തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണിയും അവതരിപ്പിക്കുന്ന പ്രകടന പത്രിക മുഖ്യ ചർച്ചാ വിഷയമായി മാറുന്നില്ല എന്നത് ഖേദകരമാണ്. ചില രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും അതിൽ ഒട്ടും താല്പര്യമില്ല. ഇതിന്റെ കാരണം അന്വേഷിച്ചു പോയാൽ ഒരു കാര്യം വ്യക്തമാകും. തെരഞ്ഞെടുപ്പ് സമയത്ത് അവതരിപ്പിക്കുന്ന പ്രകടന പത്രിക 5 വർഷം കഴിഞ്ഞ് ചർച്ച ചെയ്യപ്പെട്ടാൽ അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന് കോൺഗ്രസിനും BJPക്കും വലിയൊരു വിഭാഗം മാധ്യമങ്ങൾക്കും നന്നായി അറിയാം. ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നത് അരനൂറ്റാണ്ട് മുൻപ് തന്നെയുള്ള കോൺഗ്രസിന്റെ വാഗ്ദാനമാണ്. 50 വർഷത്തിന് ശേഷവും ഈ വാഗ്ദാനത്തിന്റെ സ്ഥിതി എന്തെന്ന് വിശദീകരിക്കേണ്ടതില്ല. 2014 BJP അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ 3-1 നടന്നിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്ത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അഴിമതിയും ഇതുപോലെ പടർന്നു നിൽക്കില്ലായിരുന്നു. ഇനി നമുക്ക് 2016-ലും 2021-ലും അവതരിപ്പിച്ച പ്രകടന പത്രികയിലേക്ക് വരാം. ഈ രണ്ടിലും പറഞ്ഞിരുന്നതിൽ 90-95% നടപ്പിലാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ കോൺഗ്രസിനോ BJPക്കോ മാധ്യമങ്ങൾക്കോ പോലും സംശയമുണ്ടാകില്ല. മാത്രവുമല്ല, പ്രകടന പത്രികയിൽ പറയാത്ത ധാരാളം കാര്യങ്ങളും ചെയ്തുവെന്ന് അവർക്കെല്ലാം ബോധ്യവുമുണ്ട്. അതിനാൽ കേരളത്തിൽ പ്രകടന പത്രിക ചർച്ചയാക്കുവാനുള്ള പൂർണ്ണ ചുമതല LDFിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുകയാണ്. അവരത് കൃത്യതയോടെ ചെയ്താൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വിജയം കൊയ്തെടുക്കാനാകും. ഐക്യരാഷ്ട്രസഭയുടെ ലോക ദാരിദ്ര്യ വിവര പട്ടിക പുറത്തു വന്നത് ഈ മാസമാണ്. 110 കോടി അതിദരിദ്രർ ലോകത്തുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ 24.32 കോടി ജനങ്ങൾ ഇന്ത്യയിലാണ്. ഏകദേശം 21% പേർ. 123 രാജ്യങ്ങളുടെ അതിദരിദ്ര പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ ഇന്ത്യയുടെ സ്ഥാനം 102 ഇന്ത്യക്ക് പിന്നിൽ വരുന്ന രാജ്യങ്ങൾ സൊമാലിയ, സുഡാൻ, നൈജീരിയ പോലുള്ള രാജ്യങ്ങളാണ്. ഈ റിപ്പോർട്ട് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം ഇന്ത്യയാണ്. ഈ സ്ഥിതി നിലനിൽക്കുന്ന രാജ്യത്താണ് ചെറിയൊരു സംസ്ഥാനമായ കേരളം അതിദരിദ്രർ ഇല്ലാതായ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. അതിന്റെ അടിവേരുകൾ ചെന്നു നിൽക്കുന്നത് 1957-ലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലാണ്. 1969-ൽ വന്ന C. അച്യുതമേനോൻ സർക്കാർ ഈ വഴിയിൽ വളരെ ദൂരം സഞ്ചരിച്ചു. തുടർന്നു വന്ന LDF സർക്കാരുകളെല്ലാം ഇതിൽ വലിയ സംഭാവന ചെയ്തു. 2021-ൽ അധികാരമേറ്റ ശേഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആദ്യ തീരുമാനമായിരുന്നു സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നത്. ഈ വാഗ്ദാനം പാലിക്കപ്പെട്ടു. രാജ്യത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും BJP സർക്കാരിനാകില്ല. കാരണം രാജ്യസമ്പത്തിൽ സിംഹഭാഗവും 1% കേന്ദ്രീകരിക്കുന്ന നയങ്ങൾ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകില്ല. 1957-ൽ കേരളത്തിൽ 9% പേർക്ക് മാത്രമേ സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. അതാകട്ടെ വരേണ്യവർഗത്തിന്റെ കൈവശവുമായിരുന്നു. അന്ന് നടപ്പിലാക്കിയ കുടിയൊഴിപ്പിക്കൽ നിയമവും 1970 ജനുവരിയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമവുമെല്ലാം കേരളത്തിൽ മൗലികമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് കേരളത്തിൽ 97% കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. 2016 LDF വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ കാര്യങ്ങൾ നടന്നു. 9.5 വർഷത്തിനുള്ളിൽ 3,57,868 പേർക്കാണ് പട്ടയം നൽകിയത്. ഇനി 1.5 ലക്ഷം പേർക്ക് കൂടി 6 മാസത്തിനുള്ളിൽ പട്ടയം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി തുടർഭരണം കിട്ടിയാൽ സ്വന്തമായി ഭൂമിയില്ലാത്ത ഒരു കുടുംബവും കേരളത്തിൽ ഉണ്ടാകില്ല. ഇതിന്റെ 1/3 നേട്ടമെങ്കിലും കൈവരിക്കാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഇനിയും കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും വീട് എന്നത് കേരളത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു. 1970-കളിൽ ഭവന നിർമ്മാണ മന്ത്രി കൂടിയായിരുന്ന MN ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് വിജയിക്കുമെന്ന പ്രതീക്ഷ പൊതുവെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് വിജയിച്ചു. തുടർന്നു വന്ന സർക്കാരുകൾ കുറച്ചൊക്കെ ഈ രംഗം ശ്രദ്ധിച്ചു. എന്നാൽ ലൈഫ് പദ്ധതി പ്രഖ്യാപിച്ച് അത് സമയബന്ധിതമായി നടപ്പിലാക്കിയതിലൂടെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 വരെ 4,62,412 പേർക്കാണ് പുതിയതായി വീട് ലഭിച്ചത്. ഇനി സ്വന്തമായി വീടില്ലാത്ത 3 ലക്ഷത്തിലധികം പേർ കേരളത്തിലുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഭവനരഹിതരായ നാടായി സംസ്ഥാനത്തെ മാറ്റാനാകുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. എല്ലാ വീട്ടിലും വൈദ്യുതി ലഭ്യമാക്കി എന്നതും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതാക്കാനായി എന്നതും നേട്ടം തന്നെ.